റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ്, സ്വാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അദ്ദേഹത്തിന്റെ ഖബറിൽ അവർ പള്ളി ഉണ്ടാക്കും. ഉലൈക ശിറാറു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകൾ ഏറ്റവും മോശക്കാരവരാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടന്നവരെ ശപിച്ചു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസ്രാണികൾക്കും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്തായിരുന്നു കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ ആരാധനക്കുള്ള സ്ഥലമാക്കി മാറ്റി. ആ ഖബറുകൾക്കടുത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. നബിമാരെ ഇബാദത്ത് ചെയ്തിട്ടില്ല, സ്വാലിഹ്യങ്ങളെ ഇബാദത്ത് ചെയ്തിട്ടില്ല. സ്വാലിഹ്യങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ച് അല്ലാഹുവെ ഇബാദത്ത് ചെയ്തു. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതവരെ. കാരണം പിൽക്കാലത്ത് അത് ശിർക്കിലേക്ക് നയിച്ചു. ആ ഖബറിൽ എന്തോ അദൃശ്യ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ ഖബറിൽ കിടക്കുന്ന സാലിഹ്യങ്ങളോട് വിളിച്ചു ദുആ ചെയ്യാൻ തുടങ്ങി. അല്ല, ഹിജ്റ 300 വരെ ഇസ്ലാമിക ലോകത്തെവിടെയും ഒരു ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. 300 വർഷക്കാലം 334 ഹിജ്റയിലാണ് ആദ്യമായി ബുവൈഹികൾ എന്നറിയപ്പെടുന്ന റാഫിദികളിൽപ്പെട്ട ഒരു കക്ഷി ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വ്യഭിചാരോപണം പറയുന്ന, സഹാബത്തിനെ കാഫിറാക്കുന്ന ഈ പിഴച്ച വിഭാഗം ഇറാനിൽ അധികാരം പിടിക്കുകയും അന്നാണ് ലോകത്താദ്യമായി മുസ്ലിം ലോകത്ത് ഒരു ഖബർ കെട്ടിപ്പൊക്കുകയും അതിനു മുന്നിൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാകുന്നത്.